ചൊവ്വാലിൻ മുമ്പിന് റാണി ചിരി തൂകി വിരുന്നു വരുമ്പോൾ വരവേറ്റിത മണ്ണിൽ മാനവർക്ക് വീർച്ചൊല്ലുന്നു ലോകം കരുണാമയനായവനെ കണ്ണു കുത്തു കേട്ടുണ്ടേക്കന്ന് അലേഹ തക്ബീറുലിക്ക അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് വലിയ പെരുന്നാളാണ്. ഞങ്ങൾ എല്ലാവരും കിച്ചണിലുണ്ട്. കിച്ചണിൽ ഇരുന്നിട്ട് എൻ്റെ കുട്ടികൾക്ക് ഞാൻ പെരുന്നാളിൽ കാണിച്ചു കൊടുക്കുകയാണ്. അടുക്കളയിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഉള്ളി തൊരിയാറുള്ളത്. ഉള്ളി കണ്ണേരി ഉണ്ടാവോ അതൊക്കെ പഠിക്കണേ. വെറും ടിവിയിൽ കാത്തു കണ്ടിരുന്നിട്ട് കാര്യമില്ല. അടുക്കള പണിയൊക്കെ പഠിക്കണ്ടേ, അല്ലെങ്കിൽ എൻ്റെ മാതിരി ആവില്ല ഒരു പണി അടുക്കള പണി അറിയാതെ അല്ലേ. അലമോളെ മൈലാഞ്ചി വെക്കട്ടെ. മൈലാഞ്ചി അവിടെ വാവ് എങ്ങനെ പറയാ, വാവ് പറയാ, വാവ് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് എടുക്കണത്. എന്നിട്ട് ഞങ്ങൾക്ക് മേക്ക് ഓവർ ആക്കാണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങള് വാങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മറ്റേ പുതിയ ജീന് പാൻറ്റും ജീന് ഷർട്ടും അതിൻ്റെ ഉള്ളിൽ ബനിയനൊക്കെ എടുത്ത് വിജയുടെ മാതിരിയാണ് അലേഹ. ഐബൂക്കെ വേറെ ലെവലാവാൻ വേണ്ടി പോകണം. അങ്ങനെ ഇനി നമ്മളെന്താ അന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നത്തെയും പോലെ കുറച്ച് വെക്കണേ. എന്താ വെക്കണേ? സാധാ ചോറാ? അതിന്റെ ആ ചോറ് എടുത്തിട്ട് മന്തി വെച്ചോളി. അങ്ങനെ വലിയ പെരുന്നാളായി പെട്ടെന്ന്. ഇപ്പൊ ഈ കോഴിയൊക്കെ ചിലപ്പോ ഒരു പേരിന് നമ്മൾ രാവിലെ വാങ്ങലാവും. പക്ഷെ ഈ ഒരു പെരുന്നാളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ദിവസം ബീഫ് വെക്കാലോ അല്ലേ. പ്രാവശ്യം ഇവിടുന്നൊക്കെ ബീഫുണ്ട്. പള്ളിക്കന്ന് വാങ്ങിയപ്പോ നിങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, ഞാനും കഴിക്കില്ല. ഞാൻ പള്ളിക്കല ബീഫ് കഴിക്കൂല എന്നുള്ളതല്ല കേട്ടോ. പൊതുവേ ഞാൻ ബീഫ് കഴിക്കല് നിർത്തിയിട്ട് കുറച്ച് കഴിക്കണേ. ചായന്തോടെ ഉണ്ട്. അതിന് ആവശ്യക്കാർക്ക് വാങ്ങികള് അവിടെ വെക്കാല്ലാത്തല്ലെങ്കിൽ ഒരു പൊതി തന്നെ മതിയേ, അതല്ലേ കഴിക്കുള്ളൂ. എനിക്ക് എന്നത്തെയും പോലെ എൻ്റെ ഫുഡ് റെഡി ആവുന്നുണ്ട്. 4 മുട്ട ഉണ്ട്, പിന്നെ ഇനി ഓട്സ് ഉണ്ടാക്കണം. ഇവിടെ ദോശമാവൊക്കെ ഇന്ന് ദോശ ഇട്ടുക്കണോ. പിന്നെ രാവിലെ നേരത്തെ നീച്ച്, ഈ നേരത്തിന് മുമ്പൊക്കെ ഞാൻ ജിമ്മിന് നോക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രാവശ്യമൊക്കെ നേരത്തെ നീച്ചിങ്ങനെ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ കൂലിയൊക്കെ കഴിഞ്ഞ് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് പള്ളിക്കൊക്കെ പോകണം. അപ്പോൾ പള്ളിക്കൊക്കെ പോകാനൊരു ഡ്രസ്സും വിരുന്ന് പോകാനൊരു ഡ്രസ്സുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാൻറ്റോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. എനിക്ക് ഷർട്ടിനോട് താല്പര്യം, എനിക്ക് പാൻസിനോട് അങ്ങനെ താല്പര്യമില്ല. അപ്പോൾ പാൻറ് ഇടാതെ നടക്കാതുള്ള ചോദ്യമൊക്കെ ചോദിക്കും. പാൻറ് ഓൾറെഡി ഉള്ളത് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഷർട്ട് എടുത്തേക്കണേ. ഒരു ചെക്ക്, 2 പ്രാവശ്യത്തെ ട്രെൻഡ് ചെക്ക. കഴിഞ്ഞ പ്രാവശ്യം പ്ലെയിൻ ഷർട്ടായിരുന്നു, പ്രാവശ്യം ചെക്കാണ്. അങ്ങനെ ചെക്ക് ഷർട്ടിൻ്റെ അലേഹൻ്റെ കോസ്റ്റ്യൂമാണ്. നിങ്ങൾ പറഞ്ഞിടുന്നില്ലേ? പിന്നെ പെരുന്നാൾക്ക് നല്ല ഡ്രസ്സ് ഇട്ട് നടക്കണം എന്നാ പറയാം. ഓക്കെ, അപ്പം എന്തായാലും ഇനി അടുത്ത പരിപാടി കുളിക്കലാണ്. അലേഹനെ അപ്പം കുളിപ്പിച്ചായിരുന്നോ? വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് പണ്ട് ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇതേമാതിരത്തൊരു കുണ്ടൻ പാത്രത്തിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് എല്ലാ മക്കളും ഇതേമാതിരി നിരത്തിയിരുത്തു. എന്നിട്ട് ഇങ്ങോട്ട് മറ്റേ എണ്ണ തേച്ചിട്ട് മസാജ് ചെയ്യുന്ന പോലെ മസാജ് ചെയ്തിട്ട് ഒക്കെ കുട്ടികളൊക്കെ ഒരേ കളറൊക്കെ. എൻ്റെ അതേ കളറായിരുന്നു 2-3 കുട്ടികളൊക്കെ ഒരേ കളർ. ഇങ്ങനെ തിളങ്ങും സൂര്യന്റെ പ്രദേശം. ആ 2-3 കുട്ടികൾ എന്താ പറഞ്ഞോളൂ. ആ പഴയത്തെ കംപ്ലീറ്റ് കുട്ടികളെ പറഞ്ഞില്ലേ. ആ അപ്പൊ നമ്മള് ഈ സൂര്യന്റെ വെളിച്ചം കാണുമ്പോ നമ്മൾ അന്ന് ഇങ്ങനെ നല്ല തിളങ്ങിയായിരുന്നു. അപ്പൊ അതേപോലെ എന്റെ കുട്ടികളൊക്കെ വലിയ ലേസം എന്ത് ആരെ ഓർമ്മല്ല തയ്ക്കണേ. അപ്പൊ ഗായ്സ്, അപ്പൊ അതൊക്കെ നമുക്ക് എന്താക്കാം. അപ്പൊ ഞാൻ 2 എണ്ണത്തിന് ഇവിടെ എണ്ണയിൽ തേച്ച് കുളിപ്പിക്കാൻ നിൽക്കാണ്. അപ്പൊ നടക്ക്, എണ്ണയിലിട്ട് മുക്കുക, എന്നിട്ട് സ്വിമ്മിംഗ് പൂളിൽ കൊണ്ടുപോയിട്ടാ കേട്ടോ. എന്താണ് വേണ്ടി? എന്ത് മുടി വെട്ടണം വിചാരിച്ചു. ഇന്നലെ പോയപ്പോ ബാർബർ ഷോപ്പിൽ ഫുള്ള് തിരക്ക്. ഇതല്ലേ ഇതിന്റെ മുടിക്കണോക്ക ഈറുള്ള മുടി തെറിച്ചിക്കോ. ഇതിനാണ് ഈറ. ഇതിന് കൊല്ലാൻ കിട്ടാനിട്ടോ തല്ലാൻ കിട്ടാനിട്ടോ.
ഐബുൻ അങ്ങനെ ചെയ്യണ്ടോ? വിടണ്ടേ അല്ല ഞാൻ കൊയങ്ങി ഞാനങ്ങനെ തിരിയില്ല ഇങ്ങനെ ഇവിടെ തിരിയുന്നാണോ ധാര രാവിലെ തന്നെ ധാര ഈ ഒരു പൂച്ചപ്പ നമ്മളെ പേരുടെ 4 പുറത്ത് കൂടെയാണ്. പക്ഷെ ആള് പാവാട്ടോ, ഒരു ഉപദ്രവവും ഇല്ല. ഇല്ല എന്താ വേണ്ടിയേ? ചിക്കൻ വേണോ? ഒരു ഇറച്ചി കഷ്ണം കൊടുത്താണി ഇതൊക്കെ കിട്ടുള്ളൂ. നമുക്ക് ഇവിടെ എന്നും വരുന്ന അലേൻ്റെ തുണക്കാരന് ഒരു ഇറച്ചി കഷ്ണം കൊടുക്കും. ഇങ്ങോട്ട് വാ പേരുടെ ഉള്ളിൽ വേണ്ട, ഇങ്ങോട്ട് വാ അവിടെ തരും പിന്നെ കടിക്കരുത്. സൂചിയൊക്കെ വയ്യ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇടക്കിടക്ക് ഇങ്ങ് വരരുതേ. എല്ലാം കഷ്ടം ചങ്ക കൊടുങ്ങോ പൂച്ചന്റെ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണോ? അനക്ക് ഇന്നില്ല, എന്റെ ഇറച്ചിയൊക്കെ പൂച്ച കൊടുത്തിട്ട്. അങ്ങനെ ഗൈസ് പള്ളിക്കൊക്കെ പോകാനുള്ള ഡ്രസ്സ് ഒരുങ്ങി കഴിഞ്ഞു. ഷർട്ട്, മുണ്ട്, സ്പ്രേ ആൻഡ് വാച്ച്. പെരുന്നാൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സ്പ്രേ ക്യാമറയിൽ വരുമല്ലോ, പക്ഷെ പള്ളിക്കൊക്കെ പോകുമ്പോൾ അതേമാതിരി മുണ്ടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ചെക്കൊക്കെ എടുത്തിട്ട് പള്ളിക്ക് ഇങ്ങനെ ചുരുക്കായിട്ട് നിൽക്കണം. ഓക്കെ, ഇപ്പം എന്തായാലും ഇപ്രാവശ്യത്തെ ട്രെൻഡ് ഇപ്പം ഇങ്ങനെ ഇപ്പം തടി തോന്നിക്കണില്ല ഇല്ല. എന്ത് ചെയ്യാ, കുറെ ആൾക്കാർ പറയും ന്യൂസിലാണ് ഇതാണ് ചൊറുക്ക്. കടിച്ചാൽ പറയും സിനുവിന്റെ വാപ്പയാണെന്ന്, ഇപ്പൊ പറയും സിനുവിന്റെ മകനാണെന്ന്. എനിക്കത് കേൾക്കാനാണല്ലോ താല്പര്യം. എനിക്ക് എന്റെ വാപ്പയാണെന്ന് പറയണേക്കാളും നല്ലത് ഞാനൊരു ഫിറ്റ് ആയ ഒരു മനുഷ്യനാണെന്ന് പറയുമ്പോൾ അതൊക്കെ ഉമ്മ ഈ പെരുന്നാൾക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും ഫിറ്റോട് കൂടി ഒരു പെരുന്നാൾക്ക് കുറച്ച് കാലമൊന്നായിട്ട് ഞാൻ ഉപ്പായിട്ടില്ല. ഈ കൊല്ലാണ് നല്ല ഫിറ്റോടെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഷർട്ട് എനിക്ക് ഇടാൻ പറ്റിയത്. അത് എനിക്ക് കിട്ടലില്ല. പള്ളിയിൽ പോകുമ്പോൾ ഒരാളെ ഞാൻ കൊണ്ടുപോയില്ല. സ്കൂട്ടി ഓണാക്കിയത് ഓള് കണ്ട് അതിൽ ഓളിൻ്റെ പിന്നാലെ വണ്ടിയിട്ട് ഞാൻ വരുന്നത് വരെ ഇവിടെ കച്ചറ ഉണ്ടാക്കിയൊക്കെ. ഇനി പോളെ സ്കൂട്ടിയിൽ റൗണ്ട് അടിക്കാതെ ഓള് കുളിക്കാനും ഒന്നിനും ഓള് കൂട്ടാക്കൂല. പെരുന്നാളായിട്ട് വേണ്ട കേറ് എന്താ ചെയ്യാ, ഇങ്ങനെയുണ്ട് കുട്ടികൾക്ക് വാശി. എവിടേക്കാ പോണ്ടേ? അങ്ങനെ പള്ളിയൊക്കെ പിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ പരിപാടികൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഞാൻ ഒരു റൗണ്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ടോ ഇനി അതിനൊക്കെ കുളിപ്പിച്ച് സെറ്റാക്കണം. ആണുങ്ങളെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് ഓരോ കുളിയും കാര്യങ്ങളൊക്കെ കഴിയും. പെണ്ണുങ്ങളെ സംബന്ധിച്ചിട്ട് ഇതാണ്ടോ ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ എന്നൊന്നുമില്ലാത്ത തിരക്കൊക്കെ പെരുന്നാണ്ട് അന്ന് അടിക്കലും തുടക്കലും പൊരിക്കലും എന്നിട്ട് എത്ര വൈകിട്ടാണോ അപ്പോഴാണ് ഓരൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് ആ രംഗത്തേക്ക് വരിക. ബാക്കി കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കിച്ചണിൽ നല്ല ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഇത് ഏത് എണ്ണയിൽ പൊരിച്ചതാ? നിങ്ങളുടെ എണ്ണയിലോ? നല്ല ചിക്കൻ പീസ് പൊരിച്ച് വെക്കുന്നുണ്ട്. ഓരോ കൊല്ലം തോറും ചിക്കൻ്റെയും ബിരിയാണിൻ്റെ ഒക്കെ അളവ് കുറഞ്ഞു വരികയാണല്ലോ. എന്തേ? അതായത് ഇതാ കഴിയുമ്പോ കുക്കറിൽ വരെ വെക്കൽ തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത കുണ്ടപാത്രത്തിൽ വെക്കുന്ന പറയണത്. അങ്ങനെ മക്കളെ എൻ്റെ ഐബുവിൻ്റെ പെരുന്നാൾ കുപ്പായം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ജീനും ട്രൗസറും പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ കുട്ടിയുള്ളത്. ചെറിയൊരു മുതലല്ലേ. അങ്ങനെ വലിയ പെരുന്നാളാണ് കൂടുന്നത്. വലിയ പെരുന്നാള് ഇപ്പം എന്തായാലും പെരുന്നാളിൻ്റെ രാവിലത്തെ തിരക്ക് കണ്ടില്ലേ. മെയിനായിട്ട് ഇത്രയൊക്കെ തന്നെ തിരക്കുള്ളൂ. ഇനി നമ്മൾ എൻ്റെ പെരുന്നാക്കുപ്പായം ഐബുവിൻ്റെ പെരുന്നാക്കുപ്പായം കണ്ടു. ഇനി ബാക്കിയുള്ള ആൾക്കാരെ പെരുന്നാക്കുപ്പായമൊക്കെ കാണണ്ടേ. അപ്പോൾ നല്ലൊരു പെരുന്നാക്കുപ്പായവും അതിട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കേണ്ട ഒരു വ്ളോഗായിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ തൊട്ട് ഈദ് മുബാറക്. നമ്മളിന്ന് അറിഞ്ഞോ അറിയാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ട് തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്.